ഷാബു പ്രസാദ്, ശോഭാ സുരേന്ദ്രന്റെ സ്ഥാപിത താല്പര്യങ്ങൾ എന്ത് എന്നുള്ള ചോദ്യം പോലെ തന്നെ പ്രസക്തമായൊരു ചോദ്യം ബി ജെ പിയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാൻ നിങ്ങൾ ഏജൻസികളെ വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ബി ജെ പിയിൽ ആകൃഷ്ടരായോ, അധികാരമോഹം കൊണ്ടോ, കോൺഗ്രസിലോ മറ്റു പാർട്ടികളിലോ നിന്നാൽ രക്ഷയില്ല എന്നുള്ള തോന്നലിലോ ഒക്കെ ആളുകൾ ചേരുന്നുണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്, കേസിൽ നിന്ന് രക്ഷപ്പെടാനും നിശ്ചയമായി. ഇവിടെ ഇപ്പോൾ ഒരു ദല്ലാൾ ഇങ്ങനെ കറങ്ങി നടക്കാണ്, ബി ജെ പിയിൽ ചേരാറുണ്ടോ എന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് ഈ ദല്ലാളിൻ്റെ കൂടെ പ്രകാശ് ജാവ്ദേക്കർ ഇച്ചിരിയെങ്കിലും താല്പര്യമുള്ള ആളുകളുടെ വീട്ടിൽ പോകുന്നു. ഇങ്ങനെയാണോ ഇതിൻ്റെ ഏർപ്പാട്? ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പ്രത്യക്ഷ രാഷ്ട്രീയക്കാരനല്ല. ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിൻ്റെ ഇതുപോലുള്ള ഈ രീതിയിലുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്കറിയില്ല. എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാനും പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ പാർട്ടികൾ ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നു, രാഷ്ട്രീയം മാറുന്നു, അതൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ പുതിയ കാര്യങ്ങളൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ആ പ്രക്രിയക്കിടയിൽ പലതരത്തിലുള്ള ബ്രിഡ്ജിങ് ഉണ്ട്, പാലങ്ങളുണ്ട്. അത് വ്യക്തികളിൽ കൂടെ ആകാം, പല കാര്യം അല്ലാതൊരു സുപ്രഭാതത്തിലൊന്നും അങ്ങനെയൊന്നും നടക്കില്ല. അതിൻ്റേതായ ചില രീതികളുണ്ട്. അങ്ങനെയുള്ള ഒരു പാലമാണ് താൻ എന്ന് ഈ നന്ദകുമാർ പ്രകാശ് ജാവ്ദേക്കറെ കൺവിൻസ് ചെയ്യിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി ആ കൺവിൻസിങ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ BJP വിലയിരുത്തട്ടെ. പക്ഷേ അതിവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ അഭിലാഷേ, കഴിഞ്ഞ ആഴ്ചയാണ് ആദ്യം അനിൽ ആൻ്റണിക്കെതിരെയുള്ള ആരോപണവുമായിട്ട് ഈ നന്ദകുമാർ വരുന്നത്. അതിൻ്റെ അകത്ത് ജസ്റ്റ് ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം ഒന്നായാലും പരാമർശിച്ച് അയാളുടെ ഒരു നാക്കുപിഴയായിട്ട് ആണ് ഞാൻ കണക്കാക്കുന്നത്. അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അനിൽ ആൻ്റണി തന്നെയായിരുന്നു. ഈ നന്ദകുമാറിനെ ശിഖണ്ഡി വേഷം കെട്ടിച്ചുകൊണ്ട് ഈ ഇലക്ഷൻ്റെ മധ്യത്തിലേക്ക് കെട്ടിയിറക്കിയത് ആരാണ്? എന്ത് ധൈര്യത്തിലാണ് ഈ നന്ദകുമാർ വന്നത്? അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും അയാളുടെ സമീപനത്തിൽ നിന്നും നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് അയാളുടെ ധൈര്യം LDF തന്നെയായിരുന്നു, CPM തന്നെയായിരുന്നു. ആ CPMൻ്റെ ബലത്തിൽ തന്നെയാണ്, CPM തന്നെയാണ് ഈ നന്ദകുമാറിനെ ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് അച്യുതാനന്ദനൊപ്പം ചേർന്ന് ലാവ്ലിനിൽ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ച, എന്നെ പെടുത്താൻ ശ്രമിച്ച ആൾ എന്ന ഇമേജാണ് പിണറായി വിജയന് നന്ദകുമാറിനെ കുറിച്ചുള്ളത്. CPMലെ മറ്റ് ആളുകളും, EP ജയരാജൻ ഒഴികെയുള്ള മറ്റാളുകളും, ഇപ്പോൾ തോമസ് ഐസക്, അതുപോലെ തന്നെ MP ജയരാജൻ തുടങ്ങിയ ആളുകളൊക്കെ ഇദ്ദേഹം ഫ്രോഡാണ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ എങ്ങനെ CPM ഉപയോഗിക്കും? ഇനിയിപ്പോൾ EP ജയരാജൻ പറഞ്ഞിട്ടാണ് വന്നത് എന്നങ്ങ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് മുഴുവൻ സെൽഫ് ഗോളാണല്ലോ. എൻ്റെ ചോദ്യം പക്ഷേ താങ്കളോട്, ഇപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറുന്നത്? BJPയുടെ കേന്ദ്ര നേതൃത്വവുമായി ഇത്ര അടുത്ത ബന്ധം എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? കുറച്ചു ദിവസം മുമ്പ് EP ജയരാജൻ, ശോഭാ സുരേന്ദ്രൻ, അനിൽ ആൻ്റണി വിവാദമൊക്കെ വരുന്നതിന് മുൻപ് ഇദ്ദേഹമാണ് BJPയിലേക്കുള്ള പാലമെന്ന വാർത്ത വന്നു. അപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് ആരാണ്? ഹൂ ഈസ് ദിസ് മാൻ? ആരാണ്? എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞതിന് തൊട്ട് പിന്നാലെ എയർപോർട്ടിൽ ജാവ്ദേക്കർ വന്നിറങ്ങുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു കാറിൽ പോകുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ പ്രകാശ് ജാവ്ദേക്കർ എന്ന BJPയുടെ കേരളത്തിലെ ചുമതലയുള്ള പ്രഭാരി കേരളത്തിൽ വന്നാൽ മാരാർജി സെൻട്രലിൽ നിന്ന് വിട്ടുകൊടുക്കുന്ന കാറിലല്ല, അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും നേതാവിൻ്റെ കാറിലല്ല, നന്ദകുമാറിൻ്റെ കൂടെ നന്ദകുമാർ പറയുന്ന കാറിലാണ് പോകുന്നത്. അഭിലാഷേ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ രാഷ്ട്രീയത്തിൻ്റെ അകത്തെ ഈ ചതുരംഗ കളത്തിൽ അതിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ നീക്കങ്ങളുമൊന്നും അത്ര സാത്വികമൊന്നുമല്ല. അത് നമുക്കറിയാവുന്ന കാര്യം. പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ആ ഉള്ളറകളിൽ ഇങ്ങനെയുള്ള പലതും നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും അത്ര വിശുദ്ധരൊന്നുമല്ല. ഈ കുളിമുറിയിൽ ഏതാണ്ട് എല്ലാവരും നഗ്നരാണ്. അതൊരു വാസ്തവമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാര്യം ഓരോ സമയത്തെടുക്കുന്ന നിലപാടുകൾ, ഇപ്പം പിണറായി വിജയന് ഇയാളെ ഇഷ്ടമല്ല, ഇയാളെ പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ ഇയാളെ കൊണ്ട് ഇങ്ങനെ ഈ ഇലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ മൂർധന്യത്തിൽ ഇയാളെ കൊണ്ട് ഇങ്ങനൊരു ബോംബിടിയിച്ചാൽ അത് പത്തനംതിട്ടയിൽ നമുക്കൊരു ഗുണം ചെയ്യും.
തൽക്കാലത്തേക്ക്, അത് കഴിഞ്ഞ എടുത്ത് കളയാവുന്നേ. അല്ല, അതൊരു മണ്ടത്തരമാണ്. അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ നടത്തും. ഷാബു പ്രസാദ് ഇപ്പോ ജയസാധ്യത കുറഞ്ഞ ഒരു അനിൽ ആന്റണിയെയോ ആ മണ്ടത്തരത്തിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. അല്ല, ഈ ജയസാധ്യത കുറഞ്ഞ ശോഭാ സുരേന്ദ്രനെതിരെയോ അനിൽ ആന്റണിക്കെതിരെയോ നന്ദകുമാർ എന്ന ആയുധം പ്രയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ ഫോക്കൽ പോയിന്റ് എന്തായിരുന്നു? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? CAA, ന്യൂനപക്ഷ സംരക്ഷണം, ഞങ്ങളാണ് മുസ്ലിം ന്യൂനപക്ഷകരുടെ സംരക്ഷകർ എന്നുള്ളതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഇടതു മുന്നണിയുടെ സെൻട്രൽ ഐഡിയ. ഈ ഐഡിയയിലാണ് അവർ തെരഞ്ഞെടുപ്പ് മുഴുവൻ ക്യാമ്പയിൻ ചെയ്തത്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ദിവസം ഇതിന് കൺവീനർ BJP-യിൽ പോകാൻ വേണ്ടി ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും കാലം ഇങ്ങനെ കൊണ്ടുവന്ന വെള്ളം ആ കുട മുഴുവൻ അവസാന നിമിഷം ഇട്ട് പൊട്ടിക്കലല്ലേ? എന്തൊരു മണ്ടത്തരമാണത്. അതെ, അവസാനത്തെ ദിവസത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അനിൽ ആന്റണിയിലൂടെ AK ആന്റണിയിലേക്കും AK ആന്റണിയിലൂടെ കോൺഗ്രസിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറക്കിയ ആ നമ്പറായിരുന്നു അത്. അവിടെ നിന്നാണ് അത് ഈ നന്ദകുമാറിൻ്റെ ഈ വൃത്തികെട്ട നാവ് കാരണം ഇവരുടെ കയ്യിൽ നിന്ന് സാധനം പോയിന്ന്. അവിടെ നിന്നാണ് ശോഭാ സുരേന്ദ്രനിലേക്കും ശോഭാ സുരേന്ദ്രനിൽ നിന്ന് EP ജയരാജനിലേക്കും അവസാനം ഈ ഇലക്ഷൻ്റെ തലേ ദിവസമുള്ള ഈ വെളിപ്പെടുത്തലിലേക്കും ഇലക്ഷൻ്റെ അന്നത്തെ ബോംബിലേക്കും എത്തിയത്. ഈ നന്ദകുമാർ ഈ പണി ചെയ്യും. അതായത് അതേസമയം നന്ദകുമാർ അനിൽ ആന്റണിയിൽ മാത്രം ഒതുങ്ങി അത് മാത്രമായിരുന്നു ഉദ്ദേശിച്ചത്. അനിൽ ആന്റണിയിലൂടെ AK ആന്റണി, AK ആന്റണിയിലൂടെ കോൺഗ്രസ്, അങ്ങനെയുള്ള ആ ഒരു കറക്റ്റ് അവർ വരച്ചു കൊടുത്ത ട്രാക്കിൽ കൂടെ ഈ നന്ദകുമാർ പോയിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല ഈ ഡിസ്കോസ്, ഈ ചർച്ചകൾ പോവുക. പക്ഷെ സംഭവിച്ച അതല്ല. ഈ വൃത്തികെട്ടവൻ്റെ നാക്ക് ഈ കൂടെ ഈ ഉള്ള സാധനങ്ങൾ മുഴുവനും ഇവൻ്റെ ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ പുറത്തു വന്ന് അവസാനം ഇവരെ കെട്ടിയെടുത്തോണ്ട് വന്ന ഇവര് പെട്ടു. അവര് മണ്ടത്തരം കാണിച്ചു. ഇപ്പോൾ ഈ കടന്നു കളിക്കുന്നത് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, താങ്കൾ പറഞ്ഞോളൂ. അപ്പം ഇതാണ് സംഭവിച്ചത്. ശരി, അതാണ് സംഭവിച്ചത്. ഇനി EP ജയരാജനെ ഒറ്റ കാര്യം കൂടി EP ജയരാജനെ തൊടാൻ ഇവർക്ക് കഴിയില്ല. EP ജയരാജനെ തൊടാൻ കഴിയില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, MV രാഘവനെ ഇവരെന്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് പുറത്താക്കിയത്? എന്നിട്ട് നാട് നീളെ ഓടിച്ചിട്ട് വേട്ടയാടിയത്? പാർട്ടിക്കുള്ളിൽ തന്നെ EMS അദ്ദേഹം പറഞ്ഞാണ്, EMSന്റെ അറിവോടുകൂടി തന്നെയായിരുന്നു ഒരു ബദൽ രേഖ തയ്യാറാക്കിയതിനാണ്. അല്ലാതെ അദ്ദേഹം പുറത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുകയോ BJP-കാരോടോ കോൺഗ്രസ്സുകാരോടോ ചർച്ച നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തതിന് പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ചരിത്രം ഇവർക്കുണ്ട്. ഈ KR ഗൗരിയമ്മയെ ഇവരെങ്ങനെയാണ് ചെയ്തത്? എത്ര ഉന്നത തലത്തിലുള്ള നേതാവായിരുന്നു? അങ്ങനെയൊക്കെയുള്ള പാർട്ടിക്ക് ഇത്ര ഗുരുതരമായ ഒരു ആരോപണത്തിന് കാരണമായ പാർട്ടിയെ നാണം കെടുത്തിയ EP ജയരാജനെ തൊടാൻ അവർക്ക് കഴിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് തൊടാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ്. ശരി, അത്